ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദ ആ ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ പടി കടന്നപ്പോഴേക്കും ഡോക്ടറായെന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ് പിങ്കി ആണെങ്കിൽ അവളങ്ങ് ശരിയാക്കട്ടെ, എല്ലാം റെഡിയാക്കി അവളങ്ങ് ഡോക്ടർ ആവട്ടെ എന്നുള്ള രീതിയിൽ കളിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയൊന്നും നീ കളിയാക്കണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞു. എന്തായാലും പിങ്കിയുടെ കളിയാക്കൽ അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് അതിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ നന്ദ എന്ത് ചെയ്തു? നന്ദ മോഹിനിയുടെ കാലിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങ് നോക്കി. കാരണം കാലിന് ഭയങ്കര വേദനയാണെന്നാണല്ലോ പറഞ്ഞത്. ചെന്നിരുന്ന് ഇങ്ങനെ ഞെക്കിയൊക്കെ നോക്കിയപ്പോൾ നീ എന്താടി എന്നെ കൊല്ലാനാണോടി, അതാണോടി, ഇതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കളിയാക്കലും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളും കാരണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഒരൊറ്റ തിരിക്ക് മോഹിനിയുടെ കാല് ശരിയായി. ആ എന്നൊരൊച്ചയും കേട്ടു, പിന്നെ ഒരൊച്ചയില്ല. അപ്പോഴത്തേക്കും പിങ്കി ഞെട്ടലോടെ ഇങ്ങനെ നോക്കുക. പിങ്കി നോക്കിക്കഴിഞ്ഞപ്പോൾ മോഹിനിയുടെ വേദനയൊക്കെ പോയി. നന്ദയുടെ ആ ഒരു കയ്യപ്പെന്ന് തന്നെ പറയാം. അങ്ങനെ നന്ദ വന്ന് മോഹിനിയുടെ കാലിൻ്റെ ആ ഒരു വേദന മാറ്റിയപ്പോഴേക്കും പിന്നെ ഭയങ്കര സന്തോഷമായി മോഹിനിക്ക്. ആ വേദന പോയിട്ടെത്തി എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ ഇരുന്ന് പറയുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു പിങ്കി? ഇപ്പം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് അന്നേരം നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. എന്തായാലും നന്ദമോൾ ഇപ്പോൾ വന്നത് നന്നായി, അതുകൊണ്ട് തന്നെ മോഹിനിക്ക് നടക്കാനുള്ള സാഹചര്യം ഉണ്ടായല്ലോ എന്നും നമ്മുടെ ലക്ഷ്മി പറയാം. അപ്പോൾ മോഹിനി ചെറിയമ്മയുടെ കാലിൻ്റെ ഇലമെൻറ്റ് തെറ്റിപ്പോയതായിരുന്നു എന്ന് പറഞ്ഞ അതിൻ്റെ കാരണങ്ങളും നമ്മുടെ നന്ദ ഇങ്ങനെ വിശദീകരിച്ച വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞ് ഇവരെല്ലാവരും അന്താളിച്ചിങ്ങനെ ഇരിക്കുക. കാരണം പുല്ല് വില പോലും കൊടുക്കാതെ ഒരു വ്യക്തിയായിട്ടാണ് അവരെല്ലാവരും നമ്മുടെ നന്ദയെ കണ്ടിരുന്നത്. എന്തായാലും നന്ദ കഴിവുള്ള കുട്ടിയാണെന്നും ബ്രില്യൻ്റ് ആണെന്നുള്ള കാര്യങ്ങൾ അരുന്ധതിയും മോഹിനിയും മറ്റുള്ളവരെല്ലാവരും തിരിച്ചറിയുന്നു. അവിടെ വീണ്ടും പണി കിട്ടുന്നത് പിങ്കിക്ക്. എല്ലാവരുടെയും മുന്നിൽ ചൂളിപ്പോകുന്നത് പിങ്കി ഒന്നും മിണ്ടാതെ എങ്ങനെ നിൽക്കുക. ഇപ്പം എന്താ പിങ്കിക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു അന്നേരം ലക്ഷ്മി. അവളെന്തോ ട്രിക്ക് കാണിച്ച് കാലിൻ്റെ വേദന മാറ്റിയെന്ന് കരുതി നിങ്ങളെല്ലാവരും അവൾക്ക് പണി അറിയാമെന്ന് വിശ്വസിച്ചാലും ഞാൻ അവളെ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു ഈ പിങ്കി. അന്നേരം നമ്മുടെ ലക്ഷ്മി ചോദിച്ചു, നിന്റെ വിശ്വാസം നന്ദമോൾക്ക് എന്തിനാ വേണം? അല്ലെങ്കിൽ നീ മോളെ വിശ്വസിച്ചില്ലെന്ന് ഓർത്ത് നന്ദമോൾക്കൊന്നും വരാനില്ല, പിന്നെ അതിന് വലിയ പ്രസക്തിയൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് നീ ആ രീതിയിലൊന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടന്നു. എന്തായാലും നമ്മുടെ നന്ദ ഇന്നല്ല അവരുടെ മുന്നിൽ സ്റ്റാറായി. അപ്പം നന്ദ അങ്ങ് പോയി, പിങ്കി അങ്ങ് പോയി, അതുപോലെ ലക്ഷ്മി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മോഹിനിയും അതുപോലെ തന്നെ അരുന്ധതിയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുവാണ്. കാര്യം നമ്മൾ അവളെ ഒറ്റപ്പെടുത്തുമെങ്കിലും കുറ്റപ്പെടുത്തുമെങ്കിലും മാറ്റി നിർത്തുമെങ്കിലും അവൾക്ക് കഴിവൊക്കെ ഉണ്ട്. കാരണം ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ കാലവളെ റെഡിയാക്കി തന്നത് കണ്ടില്ല ഏട്ടത്തി. അവളെ കൂടെ നിർത്തുന്നത് കൊണ്ട് നമുക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏട്ടത്തി, അത് മറന്നു പോകണ്ട. പിങ്കിയെക്കാളും കൂടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഉപകാരം ഒരു പക്ഷേ ഇവള് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അത് നീ പറഞ്ഞത് ശരിയാണെന്ന് അരുന്ധതിയെ സമ്മതിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നന്ദ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിങ്കി സ്വന്തം റൂമിലും ചെന്നു. പിങ്കി സ്വന്തം റൂമിൽ ചെന്നിട്ട് നന്ദ ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുകയാണ്. പിങ്കിക്കാണെങ്കിൽ കുശുമ്പ് കാരണം ഒരു രക്ഷയില്ല. എല്ലാവരുടെയും മനസ്സിലേക്ക് ഇനിയിപ്പോൾ നന്ദ ഇടിച്ച് കയറുമോ? ഈ ഒരു ചെറിയ കാരണം മതിയല്ലോ നന്ദയെ ഇങ്ങനെ എടുത്ത് തലയിൽ വെക്കാനായിട്ട്. ഒരു കാര്യവും ഇല്ലാതെ പിങ്കി എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നതാണെന്നുള്ള കാര്യം പിങ്കിക്ക് അറിയാം. അതുപോലെ തന്നെ ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത നന്ദയെ എടുത്ത് തലയിൽ വെക്കാനും ഇനി ഇവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വ്യക്തിത്വം ഇല്ലാത്തവരാണല്ലോ എല്ലാവരും. അപ്പം അങ്ങനെ അതുകൊണ്ട് പിങ്കി ആ ഒരു രീതിയിൽ ഇരുന്ന് ചിന്തിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നന്ദ റൂമിൽ ചെന്നു. ഗൗതവുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ പ്രിയേച്ചിയുടെ കാര്യങ്ങൾ എടുത്തിട്ടു. അപ്പോൾ പ്രിയേച്ചിയുടെ കാര്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പ്രിയേച്ചിയുടെ നിർബന്ധപ്രകാരമാണ് ആ ഒരു ബന്ധം പിരിഞ്ഞത്. അതുപോലെ തന്നെ പ്രിയേച്ചിക്ക് ഇപ്പോഴും ആ വ്യക്തിയോട് ഇഷ്ടമാണോ, അതുപോലെ പ്രിയേച്ചി ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളുമായിട്ട് നമ്മുടെ നന്ദ ചെന്നു. ഇത് കേട്ടപ്പോഴത്തേക്കും ഗൗതത്തിന് ദേഷ്യം വന്നു. ഗൗതം അന്നേരം നന്ദയോട് പറയുവാണ്, പ്രണയത്തെപ്പറ്റി നിനക്ക് എന്തറിയാം? പ്രിയേച്ചി ചിലപ്പോൾ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടായിരിക്കും. പ്രിയേച്ചി പ്രണയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ ഞാനും പ്രണയിച്ചിട്ടുണ്ട്. ആ പ്രണയിക്കാത്ത അല്ലെങ്കിൽ പ്രണയം എന്താണെന്നും അതിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും എന്താണെന്നും അറിയാതെ നടക്കുന്ന നിനക്ക് പ്രണയത്തെപ്പറ്റി പറയാനും അല്ലെങ്കിൽ പ്രണയത്തെപ്പറ്റി ചോദിക്കാനും എന്ത് അവകാശമാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഓ, എനിക്ക് പ്രണയം അറിയില്ലല്ലേ? ശരിയാണ്, നിങ്ങളെപ്പോലെ ആരെയും പ്രണയിച്ചൊന്നും ഞാൻ നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രണയത്തെപ്പറ്റി അറിയുകയില്ല. ഇനി സാർ എന്നോട് മിണ്ടാൻ വരണ്ട, എനിക്ക് ഈ പ്രണയത്തെ പറ്റിയെന്നല്ല ഒരു കാര്യം ഗൗതം സാറിൻ്റെ നാവിൽ നിന്ന് കേൾക്കണ്ടെന്നും പറഞ്ഞ് നന്ദ അവിടെ നിന്ന് പോയി. എന്നിട്ട് നന്ദ എന്ത് ചെയ്തു? ബുക്ക് എടുത്ത് പഠനം ആരംഭിച്ചു. പക്ഷേ നന്ദയ്ക്ക് പഠിക്കാനായിട്ട് കഴിയുന്നില്ല. നന്ദ ബുക്ക് വലിച്ചെറിഞ്ഞിട്ട് നേരെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് വരിക. ഗൗതത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, സാറിനിപ്പോൾ ഇനി വേണ്ടല്ലേ,
ഞാൻ ചോദിക്കുന്നതെല്ലാം കുറ്റമാണല്ലേ? എനിക്കറിയാം സാറിന് പിങ്കിയല്ല ഇഷ്ടം, സാറിന് എന്നെ ഇഷ്ടമല്ലല്ലോ. സാറിന് ഞാൻ ആരുമല്ലാതായതുകൊണ്ടാണല്ലോ സാർ എന്നോട് ഈ രീതിയിൽ സംസാരിച്ചത്. സാറിന് പണ്ടത്തെ പ്രണയം ഇപ്പോഴും പിങ്കിയോടുണ്ടെന്നുള്ള കാര്യം എനിക്കിപ്പോൾ വ്യക്തമായി. എന്തിനാ വെറുതെ പിങ്കിയോടുള്ള പ്രണയം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഈ മുറിയിൽ കഴിയുന്നത്, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഗൗതം സാറിന് അതിനൊന്നും മനസാക്ഷിയില്ലേ, മര്യാദയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദ ചുമ്മാ കിടന്ന് വഴക്കുണ്ടാക്കുക. അപ്പം നമ്മുടെ ഗൗതം ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്, അല്ലെങ്കിൽ നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. എനിക്കൊന്നും പറ്റിയൊന്നുമില്ല, എനിക്ക് പറ്റിയത് എന്താണെന്ന് സാറിന് അറിയില്ലേ എന്ന് ചോദിച്ചപ്പം, നിനക്കിപ്പോൾ പ്രിയേച്ചി പ്രണയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ അറിയേണ്ടത്, അത്ര അറിഞ്ഞാൽ പോരെ. പ്രിയേച്ചിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിനെ പിരിയാനായിട്ട്. വല്യമ്മയുടെ നിർബന്ധപ്രകാരമാണ് പ്രിയേച്ചി ആ ഒരു ബന്ധം പിരിഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതം കാര്യങ്ങളൊക്കെ പറയാം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയേച്ചിക്ക് ഇപ്പോഴും അദ്ദേഹത്തിനോട് ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യം തിരിച്ചറിയണമെന്നും അത് തിരിച്ചറിഞ്ഞിട്ട് വേണം പ്രിയേച്ചിയെയും നഷ്ടപ്പെട്ടു പോയ പ്രിയേച്ചിയുടെ ജീവിതത്തെയും തിരിച്ചു പിടിക്കാനെന്നുള്ള കാര്യവും നന്ദ പറയാം. അപ്പോൾ ഗൗതം ചോദിച്ചു, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയി വല്യമ്മയുടെയൊക്കെ ശത്രുത മേടിച്ചു വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ, വല്യമ്മയുടെ ശത്രുതയൊന്നുമല്ല, എനിക്ക് വലുത് പ്രിയേച്ചിയുടെ ജീവിതമാണെന്നും പ്രിയേച്ചി എത്ര കാലം ഇങ്ങനെ ആരുമില്ലാതെ ഈ വീട്ടിൽ ഒറ്റാന്തടിയായിട്ട് കഴിയും എന്നുള്ള കാര്യമൊക്കെ നന്ദ ചോദിക്കുക. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയല്ലേ പറ്റൂ, ആ തീരുമാനം ഞാൻ ഉണ്ടാക്കിയിരിക്കുമെന്നും നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നു. അപ്പം നന്ദ അത് പറഞ്ഞത് കേട്ടപ്പോൾ ഗൗതത്തിന് ചുമ്മാതെയാണെങ്കിൽ ഒരു താല്പര്യം അതൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ നമ്മുടെ ഗൗതവും നന്ദയും അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞു നമ്മുടെ നന്ദ വേഗം തന്നെ പ്രിയേച്ചിയെ കാണാനായിട്ട് പോയി. പ്രിയേച്ചിയെ കാണാൻ ചെന്നു. പ്രിയേച്ചിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയേച്ചി അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യം കേട്ടോ. അടുത്തേക്ക് ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു, അമ്പലത്തിൽ പോയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയേച്ചിയോട് പ്രിയേച്ചി ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുക. അത് കേട്ടപ്പോഴത്തേക്കും പ്രിയ നന്ദയുടെ നേരെ ഇങ്ങനെ ഒരു നോട്ടം. അത് പിന്നെ പ്രിയേച്ചിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ല കേട്ടോ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ നന്ദ ഇങ്ങനെ പ്രിയയ്ക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനൊന്നും അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന് ഇനി ഒരിക്കലും ഒരു പ്രസക്തി ഇല്ലെന്നും ഞാൻ അദ്ദേഹത്തെ പ്രണയിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നും അതൊക്കെ കൈവിട്ടു പോയ കാര്യങ്ങളാണെന്നും ഇനി അതിന് യാതൊരു വിലയും ഇല്ലെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രിയ ലക്ഷ്മി പറയുന്ന സമയത്ത് നമ്മുടെ നന്ദ പറഞ്ഞു, അത് അങ്ങനെയൊന്നും പറയരുത്, ഒരു പക്ഷേ ഇന്ന് കാണുന്ന കാര്യങ്ങളായിരിക്കില്ലല്ലോ പ്രിയേച്ചി നാളെ നടക്കുന്നത്, അതുകൊണ്ട് പ്രിയേച്ചി അതൊന്നും സംഭവ്യമാകില്ലെന്നും കഴിഞ്ഞു പോയ അധ്യായമാണെന്ന് ഓർത്ത് അത് അടച്ചു വെക്കേണ്ടതായ കാര്യമില്ലെന്നൊക്കെ. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയെ പഠിപ്പിക്കാൻ വന്ന പുതിയ പ്രൊഫസറെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുക, അദ്ദേഹം മുഴുക്കുടിയനായി മാറിയിരിക്കുക, ബാറിലാട്ടോ. അങ്ങനെ ബാറിൽ നിന്ന് കുറേ ഇതൊക്കെ മേടിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ പ്രിയയുടെ ഫോട്ടോയൊക്കെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഫോട്ടോയിലേക്ക് നോക്കി ഇങ്ങനെ കുറേ നേരം ബ്രാൻഡി കുടിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ ഉള്ളിലുള്ള അമർഷങ്ങളൊക്കെ പറഞ്ഞങ്ങോട്ട് തെകിട്ടി വന്ന് കുടിച്ചുകൊണ്ടിരുന്ന മദ്യം എടുത്ത് പ്രിയയുടെ ഫോട്ടോയുടെ നേരെ ഒഴിക്കുന്നു. അപ്പോൾ ഇവർക്കിടയിൽ ഇവർ പോലും അറിയാതെ ഇടനിലക്കാരായി ആരൊക്കെയോ നിന്ന് കളിച്ച് ഇവരുടെ ജീവിതം ശരിക്കും കുട്ടിച്ചോറാക്കി കളഞ്ഞതാണ്. അങ്ങനെയാണ് ഇവരുടെ ജീവിതം ഇവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അതിൻ്റെതായ അമർഷം പ്രിയയുടെയും ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ വന്നു കയറി അദ്ദേഹത്തിൻ്റെ മനസ്സിലുമുണ്ട്. അത് ഒന്ന് സോൾവ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ഇവരുടെ ജീവിതത്തിൻ്റെ നേരായ ദിശയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഇനി ഒരു ഡ്യൂട്ടി കിട്ടാൻ പോകുന്നത് നമ്മുടെ നന്ദയ്ക്കാണ്. അങ്ങനെ നന്ദയും അതുപോലെ തന്നെ ഇവരും തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളും ഒക്കെയാണ് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.